തൃശൂർ പൂരത്തിനിടെ ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചെന്ന് പാറമേക്കാവ് ദേവസ്വം. ലേസർ ആക്രമണത്തെ തുടർന്നാണ് ഈ ആന ഓടിയത്. പൂരപ്പറമ്പിൽ ലേസറുകൾ നിരോധിക്കണമെന്നും ദേവസ്വം ഭാരവാഹികൾ പറയുന്നു. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. ലിഷോയ്, കുറച്ചു നേരത്തെങ്കിലും വലിയൊരു ആശങ്കയുണ്ടായിരുന്നു പൂര സമയത്ത്, പക്ഷെ അതിലൊരു വിശദീകരണം ഇപ്പോൾ നൽകുകയാണല്ലേ. ഈ ലേസർ ആണ് പ്രശ്നമാക്കിയത് എന്നാണ് പാറമേക്കാവ് ദേവസ്വം അറിയിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്? തൃശൂർ പൂരത്തിനിടെ തിരുവമ്പാടി വിഭാഗത്തിന്റെ ആന ഇടഞ്ഞോടുകയും പിന്നീട് ഏകദേശം 60ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ പരിക്കേറ്റത് ഈ തിക്കിലും തിരക്കിലും പെട്ടാണ് കൂടുതൽ ആളുകൾക്കും പരിക്കേറ്റത്. ഈ ആന ഓടാനിടയാക്കിയ സാഹചര്യത്തെ കുറിച്ചായിരുന്നു ഇന്നിപ്പോൾ പാറമേക്കാവ് വിഭാഗം ഈ വിശദീകരിച്ചത്. അതായത് ഈ ആനകളുടെ കണ്ണിലേക്ക് പലപ്പോഴും ലേസർ അടിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള റീൽസുകൾ ഉൾപ്പെടെയുള്ളവ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ പൂരം ദിവസം പല ആനകളുടെ ദേഹത്തേക്കും കണ്ണിലേക്കും ഒക്കെ തന്നെ ലേസർ അടിച്ചിരുന്നു എന്നുള്ളതാണ് പാറമേക്കാവ് വിഭാഗം പറയുന്നത്. അത് ആനകളെ സംബന്ധിച്ചിടത്തോളം ആനകൾ വിരണ്ടോടാനുള്ള പ്രധാന കാരണമായി പാറമേക്കാവ് വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഇത് വലിയ തോതിൽ നിരോധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഉത്സവ പറമ്പുകളിൽ ലേസറിന്റെ വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഇടപെട്ടും ജില്ലാ ഭരണകൂടം ഇടപെട്ടും അത് ഇല്ലാതാക്കണം, അത് നിരോധിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ദേവസ്വങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ശരി, ആ ഭാരവാഹികൾ എന്താണ് പറഞ്ഞത് എന്ന് കൂടി കേൾക്കാം. ഈ ലേസർ ആനകളുടെ കണ്ണിലേക്ക് അടിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ആന തിരുവമ്പാടി വിഭാഗത്തിലെ ആന ഒന്ന് പേടിക്കുക ചെയ്തത്. ആന ആക്രമണങ്ങളൊന്നും ചെയ്തിട്ട് ആരെ ആക്രമിച്ചിട്ടില്ല. നമുക്ക് ആ വീഡിയോ കണ്ടാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. പേടിച്ച ഉടനെ ബാരിക്കേഡ് കണ്ട് അത് തൊടാണ്ട് വേറെ സൈഡിലേക്ക് മാറി. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ കണ്ണിലേക്ക്, ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിക്കുന്നു. പല റീൽസും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വന്നു കഴിഞ്ഞാൽ കോടതിയെ പോലും ഞങ്ങളത് ധരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് ഈ ലേസർ വിൽപ്പന നിരോധിക്കണം. പിന്നെ ആരും ഉപയോഗിക്കുന്നുണ്ടായാലും അവരുടെ പേരിൽ കർശന നടപടികൾ ജില്ലാ ഭരണകൂടം എടുക്കണം.